പ്രിയമുള്ളവരെ, ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് ഞാനൊരു പ്രത്യേക വിഷയമാണ് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളിത് ലൈക്ക് ചെയ്യുകയും ഫോർവേഡ് ചെയ്യുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. വിഷയം നമ്മുടെ ശരീരത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന ഒരു പുസ്തകത്തെക്കുറിച്ച് അഥവാ DNA കുറിച്ചാണ് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ നമ്മിൽ ഒരാളും അത് കണ്ടുകൊണ്ട് കണ്ടിട്ടില്ല. എന്നാൽ നമ്മുടെ ഓരോ കോശത്തിനുള്ളിലും അത് കൃത്യമായി സൂക്ഷിച്ചിരിക്കുന്നു. അപ്പം ഈ ഒരു വസ്തുത ഞാൻ പറയുന്നതിന് ഒരു അടിസ്ഥാന കാരണമുണ്ട്. ഈ അടുത്ത സമയത്ത് നമ്മുടെ ലോകസഞ്ചാരിയായിരിക്കുന്ന, ലോകത്തെ മുഴുവനായിട്ട് നമ്മുടെ മുമ്പാകെ പരിചയപ്പെടുത്തിയ, ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ ജനങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന നമ്മുടെ പ്രിയപ്പെട്ട ലോകസഞ്ചാരി സന്തോഷ് ജോർജ് കുളങ്ങര, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, ഈ ലോകത്തിൽ വെച്ച് എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ദൈവം മേൽ ലോകത്ത് എന്തെങ്കിലും ചെയ്യുമെന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഒരു ദൈവത്തിന് അല്ലെങ്കിൽ ഒരു മതവിശ്വാസത്തിന് സ്വർഗത്തിൽ എന്ത് വാഴക്ക ചെയ്യാനാ പറ്റുന്നത്? ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നു, പ്രിയപ്പെട്ട സന്തോഷ് ജോർജ് കുളങ്ങര അടക്കം ഞാനടക്കം നമുക്കെല്ലാവർക്കും വേണ്ടി നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ കൃത്യമായ ചില കാര്യങ്ങൾ ചെയ്ത് ആ കാര്യങ്ങൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നവനായ ഒരു ദൈവത്തെയാണ് വാസ്തവത്തിൽ സത്യദൈവം എന്ന് നമുക്ക് വിളിക്കാവുന്നത്. അപ്പോൾ ആ കാര്യത്തിലേക്ക് നമ്മൾ പോകുന്നത്, നമ്മൾ ആരും തന്നെ കാണാത്ത ഒരു കാര്യമാണ് നമ്മുടെ ഉള്ളിലുള്ള കോശത്തിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നതായിട്ടുള്ള DNA എന്ന് പറയുന്നത്. അതിനെ ശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്ന പേര് ജീവന്റെ ഭാഷ എന്നാണ്, ദ ലാംഗ്വേജ് ഓഫ് ലൈഫ് എന്നാണ് അവർ വിളിക്കുന്നത്. വിശ്വാസികൾ അതിനെ ദൈവത്തിന്റെ പുസ്തകം എന്നും വിളിക്കുന്നുണ്ട്. ഒരു ചിന്ത നമുക്ക് ഈ സമയത്ത് ചിന്തിക്കാം. നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും നമ്മുടെ രൂപവും നമ്മുടെ സ്വഭാവവും നമ്മുടെ കണ്ണിന്റെ നിറം മുതൽ ഹൃദയത്തിന്റെ താളം വരെ എല്ലാം മുൻകൂട്ടി എഴുതിയിരിക്കുന്ന ഒരു പുസ്തകം നമ്മിലുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. അതാണ് DNA. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു യാത്രയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. എങ്ങോട്ടാണെന്ന് അറിയണ്ടേ? ശാസ്ത്രത്തിന്റെ പരീക്ഷണശാലകളിൽ നിന്ന് തുടങ്ങുന്ന, പിന്നെ ദൈവത്തിന്റെ വചനത്തിലേക്ക് എത്തുന്ന, ഒടുവിൽ നമ്മളുടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്ന ഒരു അത്ഭുതകരമായ യാത്ര. വളരെ ചുരുങ്ങിയ നിമിഷം കൊണ്ട് നമുക്ക് ചിന്തിക്കാം. DNA എന്നാൽ എന്താണ്? ഡീഓക്സിറിബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ് അതിന്റെ അർത്ഥം. നമ്മുടെ ശരീരത്തിലെ ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ ഒരു പ്ലാൻ ആണ് ഈ സാധനം. കോശത്തിന്റെ ന്യൂക്ലിയസിൽ 46 ക്രോമസോമുകൾ, അവയിൽ കോടിക്കണക്കിന് അക്ഷരങ്ങൾ. അതേപോലെ തന്നെ ഇതിനൊരു ഭാഷയും കൂടിയുണ്ട്. DNAക്ക് ഒരു ഭാഷയുണ്ട്. ആ ഭാഷ 26 അക്ഷരങ്ങളുള്ളതല്ല, അല്ലെങ്കിൽ 52 അക്ഷരങ്ങളുള്ളതല്ല, കേവലം 4 അക്ഷരങ്ങൾ മാത്രമുള്ള ഒരു ഭാഷയാണ്. ആ ഭാഷകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 അഡനിൻ എന്ന് പറയുന്ന അഥവാ A, 2 തൈമിൻ എന്ന് പറയുന്ന T, 3 സിറ്റോസിൻ എന്ന് പറയുന്ന C, 4 ഗോയിനിൻ എന്ന് വിളിക്കുന്നതായിട്ടുള്ള G. ഈ 4 അക്ഷരങ്ങളാണ്. ഇവ ചേർന്ന വാക്കുകളാണ് കോണ്ടൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ആ വാക്യങ്ങള് അവയെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ജനസ് എന്ന് നമ്മൾ പറയും. പിന്നെ അതിന്റെ അധ്യായങ്ങളാണ് ക്രോമസോംസ്. ഇതെല്ലാം കൂടെ ചേരുന്ന ആ പുസ്തകത്തിന്റെ പേരാണ് മനുഷ്യൻ. ഞാനും നിങ്ങളുമൊക്കെ ഈ DNAയുടെ വ്യത്യസ്തമായ തലങ്ങളിൽ എല്ലാം കൂടെ ചേരുന്ന ഒന്നാണ്. നമ്മുടെ ശരീരത്തിന്റെ ബ്ലൂ പ്രിന്റ് ആണ്. നമുക്കറിയാവുന്ന പോലെ ഒരു വീട് പണിയാനായിട്ട് ഒരു ആർക്കിടെക്റ്റിന്റെ അടുക്കൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യം ചെയ്യുന്ന ഒരു ബ്ലൂ പ്രിന്റ് വരയ്ക്കുന്ന പോലെ സർവശക്തനായ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാൻ എഴുതിയതായിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് ആണ് DNA. എങ്ങനെയാണ് അത് എഴുതിയിരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, 4 അക്ഷരങ്ങൾ ATCG. ഇവ ചേർന്ന് വാക്കുകൾ ഉണ്ടാക്കും. ഈ വാക്കുകൾ ചേർന്ന് വാക്യങ്ങളാകും. ഈ വാക്യങ്ങൾ ചേർന്ന് അധ്യായങ്ങളായിട്ട് അവ മുഴുവനായിട്ട് ചേർന്ന് ഒരു പുസ്തകമാകും. ആ പുസ്തകമാണ് നിങ്ങളും ഞാനും, നമ്മൾ ഓരോരുത്തരും. ദൈവത്തിന്റെ പുസ്തകമാണ്. ദൈവത്തിന് നമ്മളെ വായിക്കാൻ അറിയാം. അതുകൊണ്ടാണ് ദൂരത്ത് നിന്ന് നീ എൻ്റെ ആലോചനകളെ അറിയുന്നു എന്ന് ദാവീദ് തൻ്റെ സങ്കീർത്തനത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനി എന്ത് ആണ് ഇവ ചെയ്യുന്നത് എന്നും കൂടെ നമുക്ക് നോക്കാം. DNAയിലെ നിർദ്ദേശങ്ങൾ mRNAയിലേക്ക് പകർത്തപ്പെടുന്നു. mRNAയിലെ നിർദ്ദേശങ്ങൾ വായിച്ച് നമ്മുടെ ശരീരത്തിലെ ബാക്ടറികൾ പ്രോട്ടീനുകൾ നിർമ്മിക്കുന്നു. ആ പ്രോട്ടീനുകൾ നമ്മുടെ പേശികൾ ഉണ്ടാക്കുന്നു. രക്തം ഒഴുകാൻ അവ സഹായിക്കുന്നു. ഭക്ഷണം ദഹിപ്പിക്കുന്നു. രോഗങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നു. മാത്രമല്ല,
ഇവ ചെയ്യുന്ന അനവധി പ്രവൃത്തികൾ ഒരേ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് പറയാൻ കഴിയുന്നത് ഈ ലോകത്തിൽ വെച്ച് ദൈവം എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെന്നുള്ളത്? ഈ ലോകത്തിൽ വെച്ച് തന്നെ എനിക്ക് ആവശ്യമായിരിക്കുന്ന ദഹനശേഷി, എനിക്ക് ആവശ്യമായിരിക്കുന്ന കാഴ്ചശക്തി, എനിക്ക് പ്രവർത്തിക്കാനുള്ള സാധ്യതകളെല്ലാം തന്നെ എൻ്റെ ദൈവം തന്നിരിക്കുകയാണ്. ആ ദൈവം ഓരോ കാര്യത്തിലും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടൽ എന്നിൽ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇനി നമുക്ക് നമ്മുടെ തലച്ചോറിനെ കുറിച്ചും കൂടെ നോക്കാം. തലച്ചോറിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് ഗർഭത്തിൽ നമ്മൾ വളരുന്ന സമയം മുതൽ നമ്മുടെ തലച്ചോറിലെ കോടിക്കണക്കിന് ന്യൂറോണുകൾ, അവ തമ്മിൽ ഉണ്ടാക്കുന്ന ബന്ധങ്ങൾ, അതിൻ്റെ രൂപകൽപ്പന എല്ലാം DNA പുസ്തകത്തിൽ തന്നെ എഴുതിയിരിക്കുന്നു. സയൻസ് പറയുന്നത് ഒരു മനുഷ്യന്റെ കോശത്തിൽ അടങ്ങിയിരിക്കുന്ന DNA പുസ്തകം 10 ലക്ഷം പേജുകളുള്ള 1000 പുസ്തകങ്ങൾ പോലെ വിവരങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ്. ചിന്തിച്ചു നോക്കിയേ, എത്രയാണെന്ന്? 1000 പുസ്തകങ്ങൾ. ഓരോ പുസ്തകത്തിന്റെയും പേജുകൾ 10 ലക്ഷം. എങ്ങനെ ഇരിക്കും? അത്രയും കൃത്യമായിട്ട് നമ്മളിൽ എല്ലാവരിലും, എല്ലാ മനുഷ്യരിലും വിസ്മയകരമായിട്ട് ദൈവം ഇവ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ DNA ചരിത്രത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ശാസ്ത്ര ഗവേഷണവും ഈ അത്ഭുത പുസ്തകം ആരാണ് ആദ്യം കണ്ടുപിടിച്ചതെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. 1869 ഫ്രെഡറിച്ച് മിസേച്ചർ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു സയന്റിസ്റ്റ് കോശത്തിൽ നിന്ന് ന്യൂക്ലിൻ കണ്ടെത്തുവാൻ ഇടയായിത്തീർന്നു. അതിനുശേഷം 1953 ജെയിംസ് വാട്സൺ, അതേപോലെ ഫ്രാൻസിസ് ക്രിക്ക്, അതേപോലെ റോസലിൻഡ് ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന 3 സയന്റിസ്റ്റുകൾ ചേർന്ന് ഡബിൾ ഹെലിക്സ് രൂപപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. 2003 ഹ്യൂമൻ ജനോം പ്രോജക്റ്റ് മനുഷ്യന്റെ മുഴുവൻ DNA-യും വായിക്കുവാനിടയായിത്തീർന്നു. അതായത് മനുഷ്യർക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് ഈ DNA എന്താണെന്ന് കണ്ടെത്താനും ഈ DNA-യിലുള്ള അക്ഷരങ്ങൾ വായിച്ച് മനസ്സിലാക്കാനും സാധിച്ചുള്ളൂ. എന്നാൽ ദൈവം തൻ്റെ വചനത്തിൽ ഇതിനകം തന്നെ 100 വർഷക്കണക്കിന് 1000 വർഷക്കണക്കിന് മുമ്പായിട്ട് തന്നെ ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ ഞാൻ നിങ്ങളെ ബൈബിളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. വിശുദ്ധ ബൈബിളില് സങ്കീർത്തന പുസ്തകം 139 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, കർത്താവേ, എൻ്റെ അന്തരംഗങ്ങളെ എല്ലാം അങ്ങ് നിർമ്മിച്ചു. ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ആയിരുന്നപ്പോൾ തന്നെ നീ എന്നെ രൂപപ്പെടുത്തി. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നീ എന്നെ എല്ലാ നാളുകളെയും അറിഞ്ഞു. നിന്റെ പുസ്തകത്തിൽ അവയെല്ലാം എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് മനോഹരമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഒരു നിമിഷം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ പറഞ്ഞിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ DNA കുറിച്ചല്ലേ പറഞ്ഞിരിക്കുന്നത്? അതെ, എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ കോശങ്ങളും അവയിലെ നിർദ്ദേശങ്ങളുമാണ് ദൈവം ഇരിക്കുന്നതെന്ന് കാണാൻ കഴിയും. കൂടാതെ ഗർഭത്തിൽ എന്നെ രൂപപ്പെടുത്തിയെന്ന് പറയുമ്പോൾ എൻ്റെ ജനിതക പ്രോഗ്രാം എല്ലാം തന്നെ ദൈവം കൃത്യമായി ചെയ്തു വെച്ചു. നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DNA രൂപപ്പെടുത്തി എന്നുള്ളതാണ്. ദൈവത്തിന്റെ പുസ്തകമാണ് DNA. അതിനെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ യെരമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പറയുന്നത്, നിന്നെ ഗർഭത്തിൽ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49:1 വീണ്ടും പറയുകയാണ്, ഗർഭത്തിൽ ആയിരിക്കുമ്പോൾ അവൻ എൻ്റെ പേര് വിളിച്ചു. സയൻസ് 1953 കണ്ടെത്തിയത് ദൈവം തൻ്റെ വചനത്തിൽ 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു വിശുദ്ധ ബൈബിളിലൂടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസവും സയൻസും തമ്മിലുള്ള ഒരു ബ്രിഡ്ജ്, അത് നമ്മൾ മനസ്സിലാക്കിക്കോണം. ഫ്രാൻസിസ് കോളിൻസിനെ ഈ സമയത്ത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഹ്യൂമൻ ജനോം പ്രോജക്റ്റിന്റെ ഡയറക്ടറാണ് അദ്ദേഹം. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? DNA സമം ദ ലാംഗ്വേജ് ഓഫ് ഗോഡ്. DNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഭാഷ എന്നാണ്. സയൻസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സൃഷ്ടിയുടെ ഭാഷ വായിക്കുന്ന പ്രക്രിയയാണ്. അത് ലാബിലും അതേപോലെ തന്നെ ദേവാലയത്തിലും നമ്മുടെ ദൈവവചന പഠനത്തിലും ഈ ദൈവത്തെ
ഒരേ ദൈവത്തെ തന്നെ, ആ ദൈവത്തിന്റെ മഹത്വത്തെ തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്നാണ് ഫ്രാൻസിസ് കോളിൻ വളരെ കൃത്യമായിട്ട് പറയുന്നത്. അതായത് വിശ്വാസവും സയൻസും ശത്രുക്കളെ അല്ല. ഇപ്പോൾ നിരീശ്വരവാദികളും മറ്റും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പോലെ അല്ല. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ സയൻസ് വളരെ വസ്തുനിഷ്ഠമായിട്ട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന വസ്തുതകളാണ്, യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷേ ബൈബിളിൽ എഴുതിയിരിക്കുന്നതിന് അനേക നൂറ്റാണ്ടുകൾക്കോ സഹസ്രാബ്ദത്തിനോ ശേഷം മാത്രമായിരിക്കും അവ തെളിവായി നമുക്ക് മനസ്സിലാക്കി ശാസ്ത്രം തരുന്നത്. ശാസ്ത്രം അത് കണ്ടെത്താൻ അല്പം വൈകും, പക്ഷേ വചനത്തിൽ, ബൈബിളിൽ അവയെക്കുറിച്ച് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബൈബിളും സയൻസും ഒരുമിച്ച് കൈകോർക്കുന്നു. അവ സഹോദരങ്ങളാണ് എന്നുള്ളത് മറന്നു പോരുത്. ഇപ്പൊ DNA ജീവന്റെ പുസ്തകം. DNA നമ്മുടെ ശരീരത്തിന്റെ ബ്ലൂ പ്രിന്റ് ആണ്. അത് മനുഷ്യനെ കുറിച്ചുള്ള മനുഷ്യന്റെ പുസ്തകമാണ്. ദൈവം നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന ദൈവിക ഗ്രന്ഥം. ശാസ്ത്രം അത് പിന്നീടാണ് ഇതെല്ലാം കണ്ടെത്തുന്നത്. അപ്പൊ ദൈവവചനം അത് മുമ്പേ പറഞ്ഞിരിക്കുന്നു. ഫ്രാൻസിസ് കോളിൻസിനെ പോലെയുള്ള ശാസ്ത്രജ്ഞന്മാർ, ദൈവത്തിൽ വിശ്വസിക്കുന്നവരായിട്ടുള്ള അദ്ദേഹം പിന്നീടാണ് വിശ്വാസിയായി മാറിയത്. നിരീശ്വരവാദിയായിരുന്ന വ്യക്തി, അദ്ദേഹം DNA കണ്ടെത്തിയോടുകൂടിയാണ് ഇത് ദൈവത്തിന്റെ ഭാഷയാണ്, അതുകൊണ്ട് DNA വെറും രാസവസ്തു അല്ല, DNA എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കയ്യെഴുത്താണ് എന്നാണ് കോളിൻസിനെ പോലെയുള്ള ശാസ്ത്രജ്ഞന്മാർ, വിവരമുള്ള ആളുകൾ പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഓരോ കോശത്തിലും ദൈവം തന്റെ ഒപ്പ് വെച്ചിരിക്കുന്നു. നമ്മുടെ ജന്മം മുതൽ മരണം വരെ ഓരോ ദിവസവും ഓരോ ശ്വാസവും അവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പറയേണ്ട ഒന്ന് മാത്രം, ഭയങ്കരവും അതിശ്വരവുമായിട്ടാണല്ലോ കർത്താവെ അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവെ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ഇനിയും സന്തോഷ് ജോർജ് കുളങ്ങരയുടെ അവസാനത്തെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞതായിട്ടുള്ള കാര്യം, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ദൈവത്തിന്റെ ആലയത്തിൽ ചെന്ന് അവിടെ മുട്ടുകുത്തി, അൾത്താരയുടെ മുമ്പിൽ മുട്ടുകുത്തി ഹൃദയാംഗമായി ദൈവത്തോടെ പ്രാർത്ഥിച്ചു എന്നുള്ള ആ വാക്കുകളും കൂടി നിങ്ങൾ കേട്ടു നോക്കുക. അപ്പം ദൈവം വ്യക്തിപരമായ ജീവിതത്തിൽ ദിനംതോറും ഇടപെടുന്നു, ഓരോ നിമിഷവും ഇടപെടുന്നു. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അത്ഭുതകരമായിട്ട് ദൈവം നമുക്ക് എല്ലാ കഴിവുകളും സാധ്യതകളും തന്നിട്ടുണ്ട്. അത് കൃത്യമായി ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. നന്ദി, നമസ്കാരം.